ഹായ് എവരിവൺ. അപ്പോൾ ഉച്ച കഴിഞ്ഞു, ഒരു 2 മണിയായി. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നത് തലശ്ശേരി ആയിരുന്നു. പക്ഷേ തലശ്ശേരി ക്ലാസ് മാറ്റിയിട്ട് അവർ ഫാം വിസിറ്റ് ആക്കിയിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തലശ്ശേരി ബ്ലോക്കിൻ്റെ ഏകദേശം ഒരു 3 കൃഷിഭവൻകാർ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് ഫാം കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് രാവിലെ കുറച്ച് സമയം കിട്ടി, ഒരുപാട് എഴുത്തും കുത്തും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവർ വരാറായി, ഏകദേശം ഒരു 2 മണി കഴിയുമ്പോഴേക്കും എത്തുമെന്നാണ് പറഞ്ഞത്. 2:10 അപ്പോൾ ഇനി അവർ വന്നതിന് ശേഷം അവരുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് അർജൻറ്റ് 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഫാം വിസിറ്റിൻ്റെതായിരിക്കും. ഓക്കെ, അവർ വന്നിട്ട് ബാക്കി കാണാം. ഇതിനെ കുറേ നേരം ഏകദേശം കാണാൻ പറ്റും. ഇതും കഴിയാറായി. പുതിയ ബാച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പുതിയ ബാച്ച് അപ്പുറത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈടെക് ഫാമാണ്. വെള്ളം നനക്കണ്ട, എപ്പോഴും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും ഒരുപോലെ ഉണ്ടാവും. എപ്പോഴും ഫ്രഷ് എയർ അതിൻ്റെ പുറകിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ തണുത്ത കാറ്റാണ് വരുന്നത്, അടുത്ത് തൊട്ടുന്ന മനസ്സിലാവും. അല്ലല്ല, അത് പാൽക്കൂണ്ടതാ, നമ്മൾ കണ്ടിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ അവിടെ? ഇപ്പോൾ ഇല്ലല്ലോ. ആ, ഇതിപ്പോൾ ഇവർക്ക് വേണ്ടതേ ഇവരിപ്പോൾ ഇപ്രാവശ്യം കൂടി ഇങ്ങനെ അത് മുമ്പിൽ പിടിച്ചിട്ട് തന്നെ കഴിഞ്ഞ വർഷം നിന്നത്. പിന്നെ ഞാൻ ആദ്യം കൂൺകൃഷി തുടങ്ങിയത് പുറകിലൊരു വറക് പുരയിലാണ്. ഉള്ള സൗകര്യത്തിൽ ഏറ്റവും ചെറിയൊരു സൗകര്യത്തിലാണ് ആദ്യമായിട്ട് കൂൺകൃഷി തുടങ്ങിയത്. പിന്നെ അതിനുശേഷം പതിയെ ഡെവലപ്പ് ചെയ്ത് ഒരു 8 കൊല്ലം കൊണ്ടാണ്, അല്ലേ 7 കൊല്ലം കഴിഞ്ഞു, 8 കൊല്ലം ആവുന്നത്. 8 കൊല്ലം കൊണ്ടാണ് ഇതേപോലത്തെ ഏകദേശം 8 ഹൈടെക് ഫാമും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, എത്രയും കപ്പാസിറ്റി ഫാമുകളും കൂണുകളൊക്കെ വിൽക്കാൻ തുടങ്ങിയത്. തുടക്കത്തിൽ കൂൺകൃഷി ചെയ്ത സമയത്ത് ഈ 5-10 ബെഡ് വെച്ച് തുടങ്ങിയിട്ട് തന്നെയാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് നേരിടാവുന്ന 1-2 വെല്ലുവിളികളെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൂൺകൃഷിയുടെ പരിശീലന ക്ലാസ് കിട്ടിയോ? അതിൻ്റെ അകത്ത് കൂണിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എത്രമാത്രം കിട്ടിയെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് കിട്ടിയ ക്ലാസ് അറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതായിരിക്കണം നിങ്ങൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കൂണുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് പണ്ട് വലിയൊരു സംഭവമായിരുന്നു. കാരണം സ്റ്റെറിലൈസേഷൻ പണ്ട് പരമ്പരാഗത രീതിയിൽ കൂൺകൃഷി ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആരും തന്നെ ഇതിൻ്റെ യഥാർത്ഥ സ്റ്റെറിലൈസേഷൻ കാര്യങ്ങളോ മെത്തേഡുകളോ അസുഖങ്ങളോ പറ്റിയിട്ടോ ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് യൂട്യൂബിലെ കൂടി നമ്മൾ വീഡിയോ ഏത് അസുഖത്തിനെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള വിവരണങ്ങളും ഫോട്ടോസും വീഡിയോസും എടുത്ത് കാണിച്ചു കൊടുത്തത് നമ്മളാണ്. അതിനുശേഷം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഇതിലിപ്പോൾ കണ്ട മുഴുവൻ ബെഡും മഷ് പെല്ലറ്റിൽ മാത്രം ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റെറിലൈസേഷനും അതിന് വരുന്ന അസുഖങ്ങളുമായിരുന്നു കൂൺകൃഷിയിൽ വലിയൊരു വിലങ്ങ് തടിയായിട്ട് നിന്നിരുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കൂൺകൃഷി ചെയ്യുന്നവരുടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ചെയ്യുന്നവർ തന്നെ പറയും നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്യുന്ന ഒരു പോലെ തന്നെയാണ് ചെയ്തത്, പക്ഷേ ഇപ്രാവശ്യം ചെയ്തത് മൊത്തം മോശമായിപ്പോയി. അങ്ങനെ വരാറുണ്ടോ? അസുഖങ്ങൾ വന്നവരുണ്ടോ ഇവിടെ? ഒരു വർഷമായിട്ട് കൂൺകൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കഴിഞ്ഞാൽ ആ വരുന്ന കൂണ് വേണ്ട ആൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആ കൂണ് കാണാൻ പറ്റുമോ? ആ കടയിൽ വരുന്ന മുഴുവൻ ആൾക്കാരും ഒരു മാസമെങ്കിലും നിങ്ങളെ കൂണ് കാണണമെങ്കിൽ എത്ര കൂണ് വെച്ച് നിങ്ങൾ എത്ര ദിവസം വെക്കണം? എല്ലാ ദിവസവും വെക്കേണ്ടി വരും. എല്ലാ ദിവസവും റിട്ടേണും എടുക്കേണ്ടി വരും. കാരണം രാവിലെ കൂണ് വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കൂണ് വേണ്ട ആളാടെ വന്നാൽ അത് കാണില്ലല്ലോ. അങ്ങനെ ആ കടയിലെ മുഴുവൻ ആൾക്കാരും അവിടെ വന്നു പോകുന്നവരെയും കൂണ് കണ്ടാൽ മാത്രമല്ലേ അവിടെ കൂണ് അവർ രണ്ടാമതും വന്ന് വാങ്ങുള്ളൂ, ആ കടയിൽ കൂണുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. എത്ര പണിയുണ്ട്, കാര്യമില്ല, അർത്ഥമില്ല. മാറിയില്ലേ, ടെമ്പറേച്ചർ മാറിയില്ലേ 2 വട്ടം?
അല്ല അത് സൂപ്പർ മാർക്കറ്റിൽ ഫ്രിഡ്ജിലാണ്. ആരാ ഫ്രിഡ്ജിൽ വെക്കുന്നത് സൂപ്പർ മാർക്കറ്റിലെ കൂണ്? അത് ബട്ടൺ മഷ്റൂം വെക്കുന്നത് ഒരു ചിപ്പിക്കൂണ്ട്. പക്ഷെ വെക്കുന്നവര് ഒന്നിക്കൽ വെക്കുന്നവർക്ക് ബോധ്യം ഇല്ലാത്തതുകൊണ്ട് വെക്കുന്നത്. അല്ല അത് അവർക്ക് അതിനെപ്പറ്റി ബോധ്യം ഇല്ലാത്തതുകൊണ്ട് വെക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മോശം പോയി. വെച്ചിട്ടില്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെയാണെങ്കിൽ 2 ദിവസം സുഖമായിട്ട് നിൽക്കും. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ അതിൻ്റെ പകുതി വീണ്ടും നമ്മൾ കൊണ്ടുപോയിട്ട് തണുപ്പിക്കുക, ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മോശമാവും. വൈക്കോലിൽ അങ്ങനെയാണ് ചെയ്യുക സാധാരണ. ഈ ഇപ്പം മേലെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലും കളയും. അത് തട്ടിയാൽ മാത്രമേ വരൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അവിടെ നിൽക്കും. അത് കട്ട് ചെയ്ത് അങ്ങ് കളയാൻ പറ്റും. 15 ദിവസം കഴിയുമ്പോൾ അതങ്ങ് കളയാൻ പറ്റും. അല്ല, മേലെ ഭാഗം മുറിച്ചിട്ട് ഇത് ഫുൾ പൊങ്ങുപോലെ ഉണ്ടാവും. ഇങ്ങനെ കുലുക്കി അങ്ങ് പോകും. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുറിച്ച് കളയാം. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ വീഡിയോസ് മൊത്തമായിട്ട് ചാനലിലുണ്ട്. ഡെമോൺസ്ട്രേഷൻ മറ്റ് ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിൽ. പിന്നെ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതായത് 15 ദിവസം കഴിഞ്ഞതിനെ ആ അസുഖം വരുന്നത് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. തുടക്കത്തിൽ വിത്തിട്ട് കൊടുത്ത പാട് അതിനെന്ത് അസുഖം വരാനുള്ള ചാൻസും ഉണ്ട്. അതാണ് വ്യത്യാസം. അതായത് 15 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസം വിറ്റാമിനുകൾ വൈറ്റമിൻസ് എ, ബി, സി, ഡി, കെ. വൈറ്റമിൻസ് എ, ബി, സി, ഡി, കെ. ഇതിൽ ബിയിൽ തന്നെ B1, B2, B5, B9, B12. B1, B2, B5, B9, B12. എന്തൊക്കെയാ B1, B2, B5, B9, B12 ഒക്കെ? ഇതിൽ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ട പെട്ടെന്ന് മനസ്സിലാകുന്ന അതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആശാവർക്കർമാരുണ്ടോ? ആശാവർക്കർമാരുണ്ട്. റീസെൻ്റായിട്ട് വീട്ടിൽ ചെറിയ കുട്ടികൾ പ്രസവിച്ചവർ ആരെങ്കിലും ഉണ്ടാവും? ഫോളിക് ആസിഡ് കഴിച്ചിട്ടുണ്ടോ? കൊടുക്കാറുണ്ടോ? എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ പാടെ എല്ലാവർക്കും ഫോളിക് ആസിഡ് കൊടുക്കാറുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? എന്തിനാ കഴിച്ചേ? പ്രഗ്നൻ്റ് ആയപ്പോഴാണ് കഴിക്കുക സാധാരണഗതിയിൽ. ഇപ്പോൾ പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത്, പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ കഴിക്കുന്നതാണെന്നാണ് പറയാം. എന്തിനാ കഴിക്കുന്നത്? എന്തിനാ കൊടുക്കുന്നത്? ഇത് പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ ഫോളിക് ആസിഡ്? ഫ്രീ ആയിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട്. എന്തിനാ കൊടുക്കുന്നത്? കാൽസ്യം ഗുളികയല്ല, അത് വേറെ കൊടുക്കുന്നുണ്ട്. അയണും കാൽസ്യവും വേറെ കൊടുക്കുന്നുണ്ട്. ഫോളിക് ആസിഡ് വേറെ കൊടുക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. എന്തിനാ? ഫോളിക് ആസിഡാണ് നമ്മുടെ ശരീരത്തിലെ DNA നിർമ്മിക്കുമ്പോഴും അതുപോലെ കോശങ്ങൾ പെട്ടെന്ന് വിഘടിക്കുകയും ഇരട്ടുകയും ചെയ്യുമ്പോൾ, പെരുകുകയും ചെയ്യുന്ന സമയത്ത് അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഫോളിക് ആസിഡ്. സാധാരണ ഒരു വ്യക്തിക്ക് 400 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് വേണമെന്നാണ് പറയാം. ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ എല്ലാ കോശങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ 400 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് വേണമെന്ന് പറയാം. ഒരു ഗർഭിണിയാണെങ്കിൽ 600 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് വേണമെന്ന് പറയാം. എന്തുകൊണ്ടാണ്? അതായത് ഒരു അണ്ടവും ബീജവും ചേർന്ന് ഒരു ബീജസങ്കലനം നടന്നു കഴിയുമ്പോൾ ആദ്യത്തെ 3 മാസങ്ങളിലാണ് അതിൻ്റെ കോശങ്ങൾ ഏറ്റവും കൂടുതൽ വിഘടിക്കുകയും പെരുകുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ വേണ്ടത് ഈ ഫോളിക് ആസിഡാണ്. ഫോളിക് ആസിഡ് ശരീരത്തിന് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളായാലും പോലും മസ്തിഷ്കത്തിൻ്റെയും അതുപോലെ നട്ടലിൻ്റെയൊക്കെ ഇതൊക്കെ
ഉണ്ടാകുന്ന സമയത്ത് അതിന് വേണ്ട ശക്തി ഉണ്ടാവില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയാൽ തന്നെ പിറ്റേന്ന് നമുക്ക് മനസ്സിലാവുമോ? ഒരാഴ്ച കൊണ്ട് മനസ്സിലാവുമോ? ഒരു മാസം കഴിഞ്ഞാലും മനസ്സിലാവുമോ? ചിലപ്പോൾ അതിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസങ്ങളിലാണ് ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുക. കയ്യും കാലും ഒക്കെ ഉണ്ടാവുന്ന സമയമാണിത്, തലച്ചോറടക്കം ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു സമയം. ആ സമയത്താണ് നമുക്ക് ആവശ്യത്തിന് ഫോളിക് ആസിഡ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന മുന്നേ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുന്നത്. ഇവിടെയുള്ള പ്രായമുള്ളവരൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല. സമയത്ത് ഇത്രയും ഇതൊന്നും അറിവുണ്ടായിരുന്നില്ല. അന്നൊക്കെ ചിലപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഇതൊക്കെ ആവശ്യത്തിനുണ്ടാവും. 400 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് കിട്ടാൻ മാത്രം ഭക്ഷണം നമ്മളിപ്പോൾ കഴിക്കുന്നുണ്ടോ? ഫോളിക് ആസിഡ് പലതിലുണ്ട്. കൂണിൽ ഒരു കപ്പ് കൂണ് കഴിക്കുമ്പോൾ 11.9 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് ഡയറക്റ്റ് കൂണിൽ നിന്ന് കിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് ഇലക്കറികളിൽ, പച്ചക്കറികളിൽ, പിന്നെ ധാന്യങ്ങളിൽ, പല ധാന്യങ്ങളിൽ കിട്ടും. സോയാബീൻ, ഇങ്ങനെ പലതിലുമുണ്ട്, പല റേഷ്യോയിലുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളെ ശരീരത്തിന് എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നതാണോ? അത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കഴിക്കുന്നില്ല എന്നുള്ളത് സർക്കാരിന് ഉറപ്പായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുളികയായിട്ട് എന്നാൽ ഇത് കുടിച്ചാൽ മതി, 1 രൂപ താഴെ വില വരുന്നുള്ളൂ, പൈസ കൊടുത്ത് വാങ്ങിയാലും 1 രൂപയേ വരുന്നുള്ളൂ, നിങ്ങളിത് കഴിക്കണം എന്ന് പറയുന്നത്. ഒരു കപ്പ് കൂണ് കഴിക്കുമ്പോൾ 11.9 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് മാത്രം നമുക്ക് ശരീരത്തിൽ കിട്ടും. മനസ്സിലായില്ലേ? കൂണ് കഴിക്കേണ്ടത് ഒരു പെൺകുട്ടി ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്നതിന് മുന്നേ നമ്മൾ കൂണ് കഴിച്ച് തുടങ്ങണം എന്നാ പറയാ. പറഞ്ഞു വെച്ചോ, ഒരു ദിവസം. ആ 11 കിട്ടുന്നുണ്ടല്ലോ, അതുപോലും കിട്ടുന്നില്ല എന്നാ പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഇതാണ് B9 എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ഡി എവിടെ നിന്ന് കിട്ടുക? സൺലൈറ്റിൽ നിന്ന്. എൻ്റെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജ്വല്ലറിക്കാരും ബാങ്കുകാരുമാണ്. എന്തുകൊണ്ടാണ്? അവർ സൂര്യൻ ഉദിക്കുമ്പോൾ ഉള്ളിൽ കയറിയാൽ സൂര്യൻ അസ്തമിച്ചിട്ടേ പുറത്തിറങ്ങുന്നുള്ളൂ. അവർക്ക് മാത്രമല്ല, കേരളത്തിലെ 90% ആൾക്കാർക്കും വൈറ്റമിൻ ഡി കുറവാണ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. എന്താ അത് കാണിക്കുന്ന സിംറ്റംസ്? ക്ഷീണം, തളർച്ച, ജോയിൻറ്റ് പെയിൻസ്, ഇതൊക്കെയാണ് ചെറിയ രീതിയിൽ കാണിക്കുന്ന സിംറ്റംസ്. ഇതായിരിക്കെങ്കിലും ഉണ്ടോ ഇവിടെ? മുട്ടുവേദന, നടുവേദനയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാ? ഇല്ല. അത് 1000 രൂപ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വൈറ്റമിൻ ഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ B9 പറഞ്ഞു, അനീമിയ, വിളർച്ചയുള്ള സമയത്ത് ഗർഭധാരണം നടത്തിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഷുഗർ ഉള്ളവർ, അതുപോലെ ഓവർ തടിയുള്ളവർ, ഇവർക്കൊക്കെ ഫോളിക് ആസിഡ് കുറച്ച് അധികം വേണം. അപ്പോൾ ഇതൊന്നും നമ്മളെ ശരീരത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഗുളികയായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. നമുക്ക് ആർക്കെങ്കിലും അറിയാം എന്തൊക്കെ ഏതിലെ ഭക്ഷണത്തിലാണ് ഉള്ളത് എന്നുള്ളത്? അത് നോക്കിയിട്ടാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ അറിയുന്ന ഭക്ഷണമെങ്കിലും എന്താ ഏതിലാണ് ഉള്ളതെന്ന് അറിയുന്ന ഒരു ഭക്ഷണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുമോ? അതാണ് കൂണ്. അത് അടുത്തത് ബി അല്ല സി, വൈറ്റമിൻ സി. നമ്മളെ ഹൃദയത്തിൻ്റെയും ധമനികൾക്കും ഒരു പരിധിവരെ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയാണ്. അതും കൂണിലുണ്ട്. ഓരോന്നിനെ പറ്റി പറഞ്ഞാൽ ഇന്ന് കൂണുണ്ടാക്കലുണ്ടാവില്ല,
ഇതിൻ്റെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് ധാതു ലവണങ്ങൾ, ഇരുമ്പ്, ഫോസ്ഫറസ്, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ചെറിയ കുട്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ. 1 വയസ്സ് വരെ D3 ഡ്രോപ്സ് കൊടുത്തിനാ. എന്തിനാ കൊടുത്തത്? ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത്. 1 വയസ്സ് വരെ കുട്ടികൾക്കൊക്കെ D3 ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? പണ്ട് കൊടുക്കാറുണ്ടാ? അല്ല, നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ പുതിയ ആൾക്കാരല്ലേ. പണ്ട് കിട്ടിയിട്ടോന്നാ? അനക്ക് കിട്ടിയില്ല. നമ്മൾ മെയിനായിട്ട് 1 വയസ്സ് വരെ കുട്ടിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് കൂടുതലും പാലായിരിക്കും. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് വിറ്റാമിൻ സിയും ഡിയും ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഡ്രോപ്പായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. കുട്ടികളെ എല്ലൊക്കെ ഇപ്പോൾ വീഴുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നത്. ഉറപ്പില്ല, ശക്തിയില്ല. എന്തുകൊണ്ടാ? കാൽഷ്യം ഇല്ല, ഡി ഇല്ല. ഇതൊക്കെ അറിയുന്നതിനാണ് സർക്കാരുകൾ ഓരോന്നോരോന്ന് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? കാൽസ്യം ഗുളിക കുടിക്കാറില്ലേ? എന്തിനാ കുടിക്കുന്നത്? ഇതെല്ലാം കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഗുളികയായിട്ട് കുടിക്കേണ്ടി വരും. ഇനി കുറച്ച് കഴിയുമ്പോൾ ചോറിന് പകരം 1 ഗുളിക, രാത്രിത്തെ ഡിന്നറിന് പകരം 1 ഗുളിക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം 1 ഗുളിക, ഇങ്ങനെയൊക്കെ മാറേണ്ടി വരും. നാരുകൾ, ഫൈബർ കണ്ടന്റ് എഴുതിക്കോ. വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് 1.5 ലിറ്റർ തിളക്കുന്ന വെള്ളം, തിളച്ച വെള്ളമല്ല, ചൂടുവെള്ളമല്ല, തിളക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം താഴ്ന്നു കൊണ്ടുവന്ന വലിച്ചെടുത്തു. ഇതിൻ്റെ അകത്ത് എയർ കളയുക. ഇതൊന്ന് മടക്കുക. പണി കഴിഞ്ഞു. അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് തരുന്നത് 53 മൈക്രോണിൻ്റെ പോളിപ്രൊപ്പലിൻ PP കവറിലാണ്. ഫുഡ് ഗ്രേഡാണ്. അതിൽ 100 ഡിഗ്രി സെൽഷ്യസിലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ വൈക്കോലെടുത്ത് 10-12 മണിക്കൂർ വെള്ളത്തിലിട്ട് അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ആവിയിൽ പുഴുങ്ങി അത് കഴിഞ്ഞിട്ട് 20% ജലാംശം നിലനിർത്തി ഉണക്കി ഓരോ ചുമ്മാട് അല്ലെങ്കിൽ തെരിയാക്കി കവറിൽ ഇറക്കി വെച്ചിട്ടില്ലേ, ആ പണിയാണ് ഇപ്പം ചെയ്തത്. 1 കിലോ പെല്ലറ്റ് എടുത്ത് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടാവും? കഴിഞ്ഞാൽ ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇത് പരമാവധി ഫാനൊന്നും ഇട്ടിട്ട് ഇത് എടുക്കാൻ പാടില്ല. അല്ലാതെ ഒരു റൂമിൽ അടച്ചുറപ്പുള്ള സ്ഥലത്ത് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെടുക്കുക, ഇതൊന്ന് പൊടിക്കുക. പൊടിച്ചില്ലേ? നല്ല പൊടിയായില്ലേ? അതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കൂമ്പാരം പോലെ ആക്കുക. ഇതാണ് കൂൺ വിത്ത്. കൂണിൻ്റെ വിത്താണിത്. ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. കൂണിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് ടിഷ്യൂ കൾച്ചർ ചെയ്ത് കൂൺ വിത്ത് ഉണ്ടാക്കുക. ഇത് ചോളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിത്താണ്. വിത്ത് എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെ മേലെ കറുപ്പ്, പച്ച എന്തെങ്കിലും കളർ ഉണ്ടോ എന്ന് നോക്കണം. കണ്ടാമിനേഷൻസ് ആണ്. അതില്ലാത്ത നല്ലൊരു വിത്ത് എടുക്കുക. ഇതൊന്ന് ഇളക്കുമ്പോൾ തന്നെ പൊടിയായിട്ട് വരും. മനസ്സിലായില്ലേ? അതിനുശേഷം ഇത് 300 ഗ്രാമിൻ്റെ വിത്താണ്. ഇതിൻ്റെ അര പാക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക.
കണ്ടില്ലേ? ഇതിപ്പം താഴേക്ക് പോയിട്ടില്ലല്ലോ, മുകളിൽ മാത്രമല്ലേ നിൽക്കുന്നുള്ളൂ. ഇതിൻ്റെ അടിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് താഴേക്ക് പോകും. പോയില്ലേ? മുകൾ ഭാഗത്ത് എപ്പോഴും കുറച്ച് വിത്തുകൾ ഇടണം. അതിനുശേഷം ഈ അര പാക്കറ്റ് വിത്ത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ മൈക്രോ പോറസ് ടാപ്പ്, സർജിക്കൽ ടാപ്പ്, ഈ ടാപ്പ് നമ്മൾ എടുക്കുന്നു. ഇത് സ്റ്റെറിലൈസ്ഡ് ആണ്. മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കെട്ടുന്നതാണ്. ഈ സർജിക്കൽ ടാപ്പ് എടുക്കും, ഇത് ഇതിൻ്റെ മേലെ വെക്കും, ഒരു ഭാഗത്തൊട്ടിക്കും, മടക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് ഒട്ടിക്കും. പണി കഴിഞ്ഞു. റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എങ്ങനെ വയറ് കയറും? എന്തിനാണ് നമ്മൾ ടാപ്പ് ഒട്ടിച്ചിരിക്കുന്നത്? നമ്മൾ നേരത്തെ ഹോൾസ് ഉണ്ടാക്കിയല്ലേ, ഇപ്പോൾ ഹോൾട്ട് കൊടുത്തോ? ഇല്ല, ടാപ്പ് മാത്രമേ ഒട്ടിച്ചുള്ളൂ. അപ്പോൾ ഈ ടാപ്പ് വഴി ഇതിൻ്റെ അകത്ത് ഓക്സിജൻ, എയറേഷൻ നടക്കും. എന്നാൽ ഒരു പ്രാണിക്കോ മറ്റ് എന്താ പറയുക കണ്ടാമിനേഷൻസോ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. മനസ്സിലായില്ലേ? പക്ഷേ എയർ കയറുകയും ചെയ്യും. നമ്മൾ നേരത്തെ ഹോളിട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രാണിക്ക് കയറാൻ പറ്റില്ലേ? വേണമെങ്കിൽ എന്തെങ്കിലും എയറിൽ കണ്ടാമിനേഷൻസ് എന്തെങ്കിലും ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഇല്ലേ? ഇവിടെ അതെന്തെങ്കിലും ഉണ്ടോ? സീറോ കണ്ടാമിനേഷൻ ചാൻസാണ്. നമ്മൾ കൈ കൊണ്ട് നേരത്തെ വൈക്കോല് തൊട്ടു, അറക്കപ്പൊടിയാണെങ്കിലും കൈ കൊണ്ട് തൊടണം. പെല്ലറ്റ് നമ്മൾ കൈ കൊണ്ട് തൊട്ടോ? 1 കിലോ കപ്പെടുത്ത് ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വാരിയിട്ടിട്ട് നമ്മൾ 1 കിലോ എടുക്കുന്നത്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം നമ്മൾ തൊട്ടോ? 100 ഡിഗ്രി തിളച്ചാണ്. 100 ഡിഗ്രി തിളക്കുമ്പോൾ അതിൻ്റെ അകത്തെ അണുക്കളെല്ലാം നശിച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അതിന് പൊടിക്കുമ്പോൾ നമ്മൾ തൊട്ടോ? വിത്ത് നമ്മൾ തൊട്ടോ? ടാപ്പ് ഒട്ടിച്ച് വെച്ചു. കൈ കൊണ്ടുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ല. ഏറ്റവും കൂടുതൽ അണുക്കളുള്ളത് നമ്മൾ തൊട്ട് കോണ്ടാക്റ്റിൽ ഇവിടെയാണ് ഉണ്ടാവുക. അതൊന്നും ഇവിടെ ഇല്ല, സീറോ കോണ്ടാക്റ്റ്. അപ്പോൾ ഇത് ഏകദേശം 15 ദിവസം ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ വൃത്തിയുള്ളൊരു സ്ഥലത്ത് വെച്ചാൽ മതി. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? 15 ദിവസം വരെ അതെല്ലാം 15 ദിവസം വരെ ഞാൻ പറഞ്ഞുള്ളൂ. ഊണ് വന്നില്ല, ഊണായില്ല. ഇതുവരെ എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ഡൈനിങ് ടേബിളിൽ വെച്ചോ, സോഫേൻ്റെ മേലെ വെച്ചോ, പിന്നെ കിടന്നുറങ്ങുന്ന റൂം